പ്രിയേഴ്സ്, കിഷ്കിന്ധാഖണ്ഡം. രാമൻ സുഗ്രീവനെ അന്വേഷിച്ച് ഋഷ്യമുഖ പർവ്വതത്തിലെത്തി. അവിടെ വെച്ച് ഹനുമാനെയും കണ്ടുമുട്ടി. അവർ പരസ്പരം സഹായിക്കാനായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ബാലിവധം നടക്കുന്നു. അതിനൊപ്പം സുഗ്രീവൻ തന്റെ വാനര സൈന്യത്തെ സീതയെ അന്വേഷിക്കാൻ ലങ്കയിലേക്ക് അയക്കുന്നു. ഹനുമാൻ ലങ്ക ചാടാനായി തയ്യാറെടുക്കുന്നു. ഇതാണ് കിഷ്കിന്ധാഖണ്ഡം എന്ന അധ്യായത്തെ പറ്റി തിരഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിങ്ങനെയല്ല, ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക. ഇനി സിനിമ കിഷ്കിന്ധാഖണ്ഡത്തിലേക്ക് വരാം. അതിൻ്റെ ഒരു സമ്മറി ഞാൻ ജസ്റ്റ് സിനിമ കാണുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ, ഞാൻ വ്യാഴാഴ്ച റിലീസ് ദിവസം തന്നെ ഈ സിനിമ കണ്ടിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ ഇപ്പോഴും മാത്രമാണ് അതിൻ്റെ റിവ്യൂ ഇടാൻ സാധിച്ചത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന്മാരെ പോലെ തന്നെ ഒരുപാട് കുരങ്ങുകൾ കൂടി വസിക്കുന്ന ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമത്തിലാണ് നമ്മളുടെ ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയും കഥാപാത്രങ്ങൾ താമസിക്കുന്നത്. ആ വീട്ടിലേക്ക് പുതിയതായി ആസിഫ് അലി വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന പുതിയ കഥാപാത്രം അപർണ ബാലമുരളി എത്തുന്നു. പിന്നീട് അവിടെ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണം തേടിയുള്ള അന്വേഷണമാണ്. അന്വേഷണം നടത്തുന്നത് അവിടെ സന്നദ്ധ സാന്നിധ്യമായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സൈഡിൽ, അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ പുതിയതായി ആ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു വന്ന അപർണ ബാലമുരളിയുടെ കഥാപാത്രം. എന്തുകൊണ്ട് കിഷ്കിന്ധാഖണ്ഡം എന്ന് ഉള്ളൊരു പേര് എന്നാണ് ആദ്യം ഒരു കൗതുകം തോന്നിയത്. എന്തായാലും ഈ വാനരന്മാരുടെ പ്രസൻസ് ഉള്ളത് തന്നെയാണ് ഒരു കാരണം എന്ന് മനസ്സിലായി. സിനിമ കണ്ടതിന് ശേഷം ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഉപമിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളോ ആണെന്ന് പോലും തോന്നി. അത് എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് ആകാം. ഈ പേരിട്ട ആൾ എഴുത്തുകാരൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കിഷ്കിന്ധാഖണ്ഡ വിവരണവുമായിട്ട് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങളെയൊക്കെ ഉപമിക്കാൻ സാധിച്ചു. ഒരാൾക്ക് മറവി രോഗം പിടിപെടുന്നു. വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. പക്ഷെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ, അത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ശരിക്കും ഒരു സൗകര്യമായി മാറുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ. കാരണം രോഗിക്ക് മാത്രമേ അറിയത്തുള്ളൂ അയാൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അയാൾക്ക് ഇപ്പോഴും അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് എന്ന്. ഇതാണ് കിഷ്കിന്ധാഖണ്ഡം എന്ന് പറയുന്ന ഈ ചിത്രത്തിൻ്റെ മെയിൻ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മിസ്റ്ററി ത്രെഡ് എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾക്ക് സ്വാഭാവികം എന്ന് സാധാരണയായി തോന്നുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അസാധാരണമായ അല്ലെങ്കിൽ അസ്വാഭാവികമായി പെരുമാറുന്ന ഒരാളുടെ സാന്നിധ്യം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ചിലർക്കെങ്കിലും ഒന്ന് മറിച്ച് ചിന്തിക്കാം. പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവർ, പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അവർക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകാം. അവരുടെ സ്വഭാവ പെരുമാറ്റങ്ങളിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടാകും. പക്ഷേ അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിൽ നിന്ന് അടിക്കും, അല്ലെങ്കിൽ അതിനൊരു വലിയ വിലയോ അല്ലെങ്കിൽ വലിയൊരു പ്രാധാന്യമോ നമ്മൾ കൊടുക്കാറില്ല. കാരണം അവർ നമ്മളുടേതാണ്, നമ്മളുടെ സ്വന്തമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലർക്ക് അങ്ങനെ ആണോന്നില്ല. അതായത് നമ്മളുടെ ഇടയിലേക്ക് പുതിയതായി ഒരാൾ കടന്നു വരികയാണെങ്കിൽ അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളാണ്, പുതിയ ചിന്തകളാണ്, പുതിയ പുതിയ കാഴ്ചകളിൽ അവർക്കുണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നതും അവർക്കുണ്ടാകുന്ന ക്യൂരിയോസിറ്റി എന്ന് പറയുന്നതും വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അവർ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ കാരണം കണ്ടെത്താനൊക്കെ ശ്രമിക്കും. അങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും അപകടകരവുമായിട്ടുള്ള ഒരുപാട് സത്യങ്ങളായിരിക്കും വെളിപ്പെടുന്നത്. അത്തരത്തിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സിനിമ പറയുന്ന രീതിയാണ്. എനിക്ക് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട്, വളരെ നാച്ചുറലായിട്ട്, ഒട്ടും ഗിമിക്കുകളോ അല്ലെങ്കിൽ വല്ലാത്ത ഓവർ ദ ടോപ്പ് സിനിമാറ്റിക് ആ ഒരു ലെവലിലേക്കുള്ള ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. അതായത് ഈ കഥ അല്ലെങ്കിൽ ഈ മെയിൻ ത്രെഡ് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യുക. അതായത് ഇതിനെ അവതരിപ്പിക്കുന്ന രീതി ഒരുപക്ഷെ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മിഥുൻ മാനുവൽ തോമസ് ശൈലിയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു 90s ഒരു ജോഷി മിസ്റ്ററി ത്രില്ലർ കൈൻഡ് ഓഫ് പടത്തിലേക്ക്, ആ ഒരു ശൈലിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതിനെ കയ്യടി ആദ്യം തന്നെ കൊടുക്കേണ്ടത് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് അവർക്കാണ്. ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൻ്റെ കിങ്. അതായത് ഇതിൻ്റെ തിരക്കഥയും ഇത് സംവിധാനം ചെയ്ത ആളും ഒരുപോലെ കയ്യടി അറിയിക്കുന്നു. കാരണം ഈ സിനിമയുടെ കഥ നടക്കുന്ന സ്ഥലമായി കാണിക്കുന്നത്, അതിൻ്റെ ഒരു എക്കോസിസ്റ്റം കാണിക്കുന്നത്, അതിലൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പുതുമയും ഈ സിനിമയുടെ ഒരു ആത്മാവ് എന്ന് തന്നെ തോന്നി. കാരണം ഇത് തന്നെയാണ് കറക്റ്റ്. മറ്റൊരു രീതിയിൽ, ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള മറ്റൊരു സിനിമ എന്ന് നമുക്ക് തോന്നിപ്പോയി. കാരണം ഈ സിനിമ നടക്കുന്ന സ്ഥലം, ഈ സിനിമയിലെ ആ ഒരു വീട്, ആ വീട്ടിലെ കഥാപാത്രങ്ങൾ, അവർക്ക് ചുറ്റുമുള്ള ആ ഒരു എക്കോസിസ്റ്റം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ കുറേ വശങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമയുടേതായ തന്നെ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമ ഇത്രയും മികച്ചതായതിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ എനിക്ക് തോന്നുന്നു ആദ്യം പോകേണ്ടത് ഇതിൻ്റെ എഴുത്തുകാരൻ ബാഹുൽ രമേഷ്, അതിനൊപ്പം ഇതിൻ്റെ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ. സംവിധായകൻ്റെ ആദ്യ സിനിമയിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്കോസിസ്റ്റത്തിലേക്കാണ് ഈ സിനിമ വഴി നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ എഴുത്തുകാരൻ്റെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ആ ഒരു എക്കോസിസ്റ്റം, ആ ഒരു കഥാ പശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് കുറച്ച് പുതുമ ഉണ്ടാകുന്നതും, എസ്പെഷ്യലി ഇതിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസേഴ്സ്, അവരുടെ ഓഫീസ്, അവിടുത്തെ സംസാരങ്ങൾ, ഡയലോഗ്സ് എന്നൊക്കെ പറയുന്ന അതിനൊരു കറക്റ്റ് എന്ന് തോന്നുന്ന, എന്നാൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളെ കാണിച്ചു തരികയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്റ്റഡി ചെയ്ത ആൾ, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ഒരു ആൾ തന്നെയാണ് ഇതിൻ്റെ കഥാകൃത്ത് എന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അദ്ദേഹത്തിന് വീണ്ടും ഹാറ്റ്സ് ഓഫ്. ഒരു നല്ല ഗംഭീര വർക്ക് തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്.
സംവിധായകൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്ര മികച്ച ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു എഴുത്ത് കയ്യിലേക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളും ചോരാതെ അത് അത്ര കണ്ട് സൂപ്പർബായിട്ട് അത് അർഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സംവിധായകൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമയുടെ സ്പന്ദനം എന്ന് പറയുന്നത് ഈ സിനിമയുടെ തിരക്കഥ തന്നെയാണ്. അതിനൊപ്പം ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ മോൾഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പെക്യുലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിലൊക്കെ വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആണിത്. അദ്ദേഹത്തിൻ്റെ ചില എക്സ്പ്രഷൻസ്, അദ്ദേഹം പറയുന്ന ഡയലോഗ്സ്, അദ്ദേഹത്തിൻ്റെ ചില നിസ്സഹായമായ നിൽപ്പുകൾ പോലും. പിന്നെ ഓഫ് കോഴ്സ് വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അത്ര കണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ടാലൻറ്റിനൊത്തുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്താറുണ്ടോ എന്നുള്ളത് സംശയമാണ്. എങ്കിലും ഈ ക്യാരക്ടർ, അതായത് വെറുതെ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കുന്ന നമ്മുടെയൊക്കെ തൊട്ടപ്പുറത്ത് നാട്ടിൻപുറത്തൊക്കെ തൊട്ടപ്പുറത്തൊക്കെ ഉള്ള ചില മുരടൻ അമ്മമാരൊക്കെ അല്ലേ, അതായത് ഒരിടത്തിനകത്ത് മറ്റേ ഒരു കോഴി കയറിയാൽ കല്ലെടുത്ത് എറിയുന്നതും പിന്നെ കോഴിയുടെ ഉടമയെ തെറി പറയുന്നതും അത്രയ്ക്ക് പരിക്കരും മുരടനുമായിട്ടുള്ള ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഡയലോഗ് ഡെലിവറി എല്ലാം പുള്ളി അസാമാന്യമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ നിന്ന് പെർഫോം ചെയ്യുന്ന നമ്മളുടെ ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ വേറെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആസ് ആൻ ആക്ടർ. കാരണം ആസിഫ് അലി അത്ര കണ്ട് ഗംഭീരമായിട്ട്, എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് ഒരു ക്യാരക്ടറിനെ എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നി, വളരെ ജെന്യുവിനും വളരെ നാച്ചുറലായിട്ടുമുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തതിനകത്തിൽ അശോകൻ്റെ കഥാപാത്രം. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മിസ്റ്ററി ത്രില്ലറായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല മിസ്റ്ററി ത്രില്ലറുകളും ഈ മിസ്റ്ററി എന്ത് എന്ന് കാണിച്ചു തരുന്നതിനോടൊപ്പം അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് മിസ്റ്ററി എന്ത് എന്ന് നമ്മളെ മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ട് ഇതൊരു മിസ്റ്ററി തുടരുന്നു എന്നുള്ളത് കൂടി പറയുന്നു. മിസ്റ്ററി ഒരു ലൂപ്പിനുള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ലൂപ്പ് പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. വളരെ രസകരമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. സിനിമയിൽ ഒരു നെഗറ്റീവും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോസിറ്റീവ്സ് ഉള്ള ഒരു സിനിമയിൽ എന്തെന്ന് നമ്മൾ നെഗറ്റീവൊക്കെ എടുത്ത് വെച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. നെഗറ്റീവുകൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ അത്ര കണ്ട് സിനിമ അറിയാവുന്നവർക്ക് മനസ്സിലാകാം. എങ്കിലും എനിക്കും ചില കാര്യങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളെ ഭയങ്കരമായി കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ തന്നെ പുള്ളി അല്ലെങ്കിൽ എഴുത്തുകാരൻ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അതായത് ചില ഡയലോഗുകൾ, അതായത് ജഗദീഷിൻ്റെ ഒക്കെ കഥാപാത്രം പറയുന്ന ചില ഡയലോഗുകളുണ്ട്. അദ്ദേഹത്തിന് എന്നോട് പറയാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അയാളോട് എന്തിനാണ് ചോദിക്കുന്നത് എന്ന തരത്തിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കുറച്ച് കോംപ്രമൈസ് ചെയ്യുകയാണ്, ശരി അയാൾ അത് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ഉയരാം. അതിനെയൊക്കെ കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് ഒരു ശ്രമം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷേ എന്തൊക്കെ നെഗറ്റീവ്സും എന്തൊക്കെ കാര്യങ്ങളും ഈ സിനിമയിൽ നിങ്ങൾ പറയുക അല്ലെങ്കിൽ കണ്ടെത്തിയാൽ പോലും ഇത് ഒരു 4 out of 5 മൂവി തന്നെയാണ്. സിനിമയെ പറ്റിയിട്ട് അധികം ഒന്നും വേറെ പറയാനൊന്നും പറ്റില്ല. ഇതിൻ്റെ കഥയെ തൊടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ, അത്തരത്തിലുള്ള സിനിമകളുണ്ടോ, ആ സിനിമകളുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല, ഇതിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായിട്ട് മാത്രമാണ്. പക്ഷേ ഈ സിനിമ മാത്രമാണ്. ഈ സിനിമ ഗംഭീരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാവുന്ന, കണ്ടിരിക്കാവുന്ന ഗംഭീരമായ ഒരു സിനിമ. ഈ സിനിമയൊന്നും നമ്മൾ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ പോയി തന്നെ ഈ സിനിമ കണ്ട് ഈ സിനിമയുടെ മേക്കേഴ്സിനുള്ള വലിയൊരു അപ്ലോസ്, ഒരു കൈയടി നമ്മൾ നൽകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു സിനിമയുടെ റിവ്യൂമൊക്കെ ആയിട്ട് വരാം. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടരണം, മുന്നോട്ടും പ്രതീക്ഷിച്ചുകൊണ്ട്.